സോ അഗെയിൻ മെയിൻ സ്ട്രീം ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുകൊണ്ടൊരു സിനിമ. പൊതുവെ ഇങ്ങനെയുള്ള സിനിമകൾക്ക് പ്രത്യേകിച്ചൊരു മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഈ സിനിമയ്ക്കകത്ത് വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ഫാൻ ഫോളോ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റർ വാല്യൂ വെച്ച് തന്നെ ഇവർ എത്രത്തോളം ബിഗ് സ്ക്രീനിൽ എങ്ങനെ ഇവർ പെർഫോം ചെയ്യുമെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കുറച്ച് ഓഡിയൻസ് എന്തായാലും തിയേറ്ററിലെത്തും. സോ ഞാനും ഈ അഖിൽ NRDയുടെ മൂവി ആയതുകൊണ്ടാണ് ഈ സിനിമ പോയി കണ്ടത്. എൻ്റെ 2 മക്കളും ഇവരുടെ കോണ്ടൻസിൻ്റെ ഒരു ഫാനാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു വർക്കായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല, എങ്കിലും അവരുടെ ഒരു കോണ്ടൻറ്റും അതവർ ഡെലിവർ ചെയ്യുന്ന ഒരു രീതിയും യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള എന്തോ ഒരു മാജിക് ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അതിലുള്ള പ്രകടനങ്ങളും ഒക്കെ രസമാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചാരു വാഗൻ ആളാണ് ഈ ഒരു സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും പുതിയ ആളുകളാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്നല്ല, ആ ഒരു ഇൻട്രൊഡക്ടറി സോങ്, അതിനകത്തുള്ള ഇവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എവിടേക്കോ കയ്യിൽ നിന്ന് പോയൊരു ഫീലായിരുന്നു. പിന്നെ ആ ഒരു പാട്ടെടുത്താലും ഓവറോൾ തിയേറ്ററിനകത്തുള്ളൊരു സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നാലും ഓഡിയോ സൈഡിൽ വലിയൊരു എഫേർട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫിലിമിൻ്റെ ജോൺറ എന്ന് പറയുന്നത് ഹൊറർ കോമഡിയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുൾ ഓഫ് കോമഡി. ഫസ്റ്റ് ഹാഫിൻ്റെ ടൈലൻഡിലാണ് ഇതിൻ്റെ ഒരു ഹൊറർ സൈഡിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ ഒരു ഹൊറർ ഏരിയയിലോട്ടാണ് പോണത്. ആ ഒരു ഹൊററിൻ്റെ ഇടയിൽ ഒരു കുറച്ച് കോമഡിയൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒട്ടും അങ്ങോട്ട് വർക്കായില്ല. ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നി. ഈവൻ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയാണ് മൂവി എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ സിനിമ ഒഴിവാക്കിയാലോ എന്ന് വരെ ചിന്തിച്ചായിരുന്നു. ഇതിൽ വിഷമം തോന്നിയത് ആ ഒരു കോണ്ടൻറ്റിനെ അവർ കുറച്ചും കൂടെ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ആക്ടർ, ഈ അഖിൽ NRD എടുത്താലും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആക്ടേഴ്സൊന്നും അദ്ദേഹമായിട്ട് ഒരു വെൽ സിങ്ക്ഡ് ആയിട്ടുള്ളൊരു ടീമല്ലത്. മേ ബി അഖിലിൻ്റെ കൂടെ ഉള്ള ആ ഒരു ടീമിലുള്ള മെമ്പേഴ്സ് തന്നെ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ അവർ തമ്മിലൊരു സിങ്ക് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഈ അഖിൽ NRDനെയൊക്കെ അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഈ റീസെൻ്റായിട്ട് ഏതോ ഒരു മൂവിക്കകത്ത് ഇദ്ദേഹം വന്നിരുന്നു. അതിനകത്തും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. ശരിക്കും അദ്ദേഹം ചെയ്യുന്ന കോണ്ടൻസിലുള്ള ആ ഒരു പെർഫെക്ഷൻ പോലും ഒരു മൂവിയിൽ ഒരു ക്യാരക്ടറായിട്ട് അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത കണക്ക് എനിക്ക് തോന്നി. അതൊരു ആക്ടർ എന്നുള്ള നിലയിൽ അഖിലിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കാരണം അഖിലിൽ നിന്ന് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്നത് അത് ഡയറക്ടറുടെ ഒരു സൈഡാണ്. അപ്പോൾ ഇതിൽ കോമഡി എന്ന് പറയുന്നത് സ്ലാപ്സ്റ്റിക്കും അല്ല, ഡയലോഗ്സിലാണ്. അതൊന്നും ഒട്ടും അങ്ങോട്ട് എനിക്കത് കണക്റ്റ് ആവുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസൊക്കെ ഇത് കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില കോമഡികൾ വർക്ക് ആകുന്നില്ല എന്ന് വെച്ചിട്ട് അത് ബോറെന്നല്ല. ആ ടൈപ്പ് ഓഫ് കോമഡി അവർ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ കുട്ടികൾക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഏജ് ഫാക്ടർ, അതുപോലെ ഓരോ വ്യക്തികളും അവരുടെ ആസ്വാദന ഒരു ശൈലിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആസ്വാദന രീതി വെച്ചിട്ട് എനിക്കത് വർക്കായില്ലെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത് വർക്കായേക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ടൈലിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഹൊറർ സൈഡിലോട്ട് സിനിമ അങ്ങോട്ട് ട്രാൻസ്ഫോം ആവുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഡയറക്ടറിന് ചില സ്കിൽസ് ഉണ്ട്. അതായത് ഒരു ഹൊറർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഡയറക്ടറെ കൊണ്ട് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഫിലിമിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു കാട്ടിനകത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ അവരുടെ ക്യാമ്പസ് ലൈഫ്, അങ്ങനെയാണ് സിനിമ ട്രാവൽ ചെയ്യുന്നത്. അവിടെയാണ് ഈ കോമഡിയും പരിപാടികളും ഒക്കെ വർക്കായില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഹൊറർ സൈഡിലോട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് ആ ഹൊറർ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും അങ്ങനെ ഭയങ്കര ഒരു സീറ്റഡ് എക്സ്പീരിയൻസ് ഒന്നും തരുന്നില്ല. എങ്കിലും ഹൊറർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സംവിധായകന് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇതൊരു പ്യുവർ ഹൊറർ സൈഡിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ഈ സിനിമയെ കൊണ്ടുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതിനെ ഒന്ന് എലിവേറ്റ് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഈ കഥാപാത്രങ്ങൾ എങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുന്നതിലുള്ള ഒരു പാളിച്ചയാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിലെ സോങ്സ് ഒന്നും അത്ര ബോറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ് അശ്വിൻ റാം. സാധാരണ നമ്മളിപ്പോൾ സിനിമകളിൽ കാണുന്നൊരു പ്രേതത്തിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ട്. പക്ഷേ നമ്മൾ ആ ബ്ലാക്ക് കണ്ണ് പരിപാടിയൊക്കെ ഇതിനകത്ത് സെയിം തന്നെയാണ്. എങ്കിലും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കുറേ പണിയെടുത്തൊരു പ്രേതത്തിനെ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു ടാർഗറ്റ് ഓഡിയൻസായിട്ട് കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അഖിൽ NRDയുടെ ഫാൻസും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ അവരൊരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടും കൂടെ കണ്ടുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു റൈറ്റിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു ഹൊറർ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ടൈലൻഡിൽ വന്നിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നാലും യൂഷ്വൽ ഒരു ഹൊറർ മൂവിയിൽ എൻഡ് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല, കുറച്ചും കൂടെ ഒരു ഡിഫറൻ്റ് ആയിട്ടൊക്കെയാണ് അവസാനം എഴുതി വെച്ചിരിക്കുന്നത്. അവിടെയും കോമഡി തിരികെ കയറ്റുന്നതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ മാനേജ് ചെയ്ത് വന്ന ഒരു സെക്കൻഡ് ഹാഫ്. ഇപ്പോൾ ഈ ഹൊററിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം റീസെൻ്റായിട്ട് ഹൊറർ കോമഡി എന്നുള്ള ജോൺറയിൽ പല മലയാള സിനിമകൾ വന്ന് ആ സിനിമകളിലൊക്കെ യൂസ് ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ചും കൂടെ ഒരു
ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന രീതിയിൽ ആ ഒരു ഹൊറർ ഏരിയ ഡയറക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.